ലയണൽ മെസ്സിയും ബുസ്കിറ്റസും ജോഡി ആൽബയും ലൂയിസ് സുവാരസും ഒക്കെ കളിച്ചിട്ടും ലാ ഗാലക്സി വേഴ്സസ് ഇന്റർ മിയാമി ക്വാർട്ടർ ഫൈനൽ മത്സരമായ കോൺകാഫിൻ്റെ ആദ്യപാദ മത്സരത്തിൽ ഇന്റർ മിയാമിക്ക് തോൽവിയായിരുന്നു. 1-0 ഇന്റർ മിയാമി അന്ന് തോറ്റിരുന്നത്. സെക്കൻഡ് ലെഗ് മത്സരത്തിന് മുമ്പ് ഇന്റർ മിയാമി ലോസ് ആഞ്ചലസിനെ കൊണ്ട് ഒരു ഗോൾ പോലും അടിപ്പിക്കാതെ 2 ഗോൾ നേടിക്കഴിഞ്ഞാലാണ് അവർക്ക് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുക. രണ്ടാം പാദം തുടങ്ങി തുടക്കത്തിൽ തന്നെ 9ാമത്തെ മിനിറ്റിൽ തന്നെ ലോസ് ആഞ്ചലസ് തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു. മത്സരത്തിന് തുടക്കത്തിൽ തന്നെ 2-0 എന്ന അഗ്രിഗേറ്റിലേക്ക് ലോസ് ആഞ്ചലസ് എത്തുന്നു. പക്ഷേ പിന്നീട് നടന്നത് ചരിത്രം. മത്സരത്തിന് 35ാമത്തെ മിനിറ്റിൽ തന്നെ ഇതിഹാസ താരം ലയണൽ മെസ്സി ഒരു ഗോൾ കണ്ടെത്തുന്നു. ടോട്ടൽ അഗ്രിഗേറ്റിൽ 2-1 എന്ന സ്കോറിൽ ഇന്റർ മിയാമി അപ്പോഴും പുറകിൽ. മത്സരത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയുടെ 61ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ഇന്റർ മിയാമിയുടെ ഫെഡറിക്കോ ഒരു ഗോൾ കണ്ടെത്തുന്നു. സ്കോർ 2-2. പിന്നീട് ഇന്റർ മിയാമിക്ക് വിജയിക്കാൻ ഒരു ഗോൾ കൂടി വേണം. മത്സരത്തിൻ്റെ 84ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ലയണൽ മെസ്സി ഇന്റർ മിയാമിയുടെ ചരിത്രത്തിൽ ആദ്യമായി അവരെ കോൺകാഫിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിക്കുന്നു. സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ 3 ഗോൾ ആവശ്യമുള്ളപ്പോൾ 2 ഗോളുകളും ഒരു അസിസ്റ്റ് നൽകി മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടിയെടുക്കുന്നു ഇതിഹാസ താരമായ ലയണൽ മെസ്സി.